സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ അന്ത്യനാളിൽ സംഭവിക്കാനിരിക്കുന്ന വളരെയേറെ ഭീകരമായ ചില അവസ്ഥകളും സംഭവ വികാസങ്ങളും വളരെ കൃത്യമായി തന്നെ വിവരിച്ചു തന്നിരിക്കുകയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, ഈ ലോകത്ത് ആരംഭകാലം മുതൽക്ക് തന്നെ ജനനങ്ങളും അതുപോലെ തന്നെ ഓരോന്നിന്റെയും അവധി എത്തിയാൽ മരണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളിലും വസ്തുക്കളിലും ഈ പ്രതിഭാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വസ്തുക്കളും അതിൻ്റെതായ പ്രത്യേകമായ ഒരു അവധി എത്തിക്കഴിഞ്ഞാൽ അവ നശിക്കുവാനുള്ളതാണ്. ഈ ഭൂമുഖം നശിക്കാനുള്ളതാണ്, ആകാശലോകം നശിക്കാനുള്ളതാണ്, എല്ലാം നശിക്കാനുള്ളതാണ്. കുല്ലു ശൈഇൻ ഹാലികുൻ, എല്ലാം നശിക്കാനുള്ളതാണ്. പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാത്ത എല്ലാം ഇവിടെ സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സൃഷ്ടികളും നശിക്കുവാനുള്ളതുമാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സൂറത്തുർ റഹ്മാനിലെ ആശയത്തിലൂടെയും ആയത്തുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആശയം തന്നെയാണ് ഉണർത്തിയിട്ടുള്ളത്. ഈ ലോകത്ത് യഥാർത്ഥമായ നിലക്ക് സംഭവിക്കാനുള്ള ഈ സംഭവ വികാസങ്ങൾ, ഈ പ്രപഞ്ചം ഉണ്ടായതാണ് ഒരു നാൾ, ഇവിടെയുള്ള എല്ലാം ഉണ്ടായതാണ്. അല്ലാഹു മാത്രമാണ് ഉണ്ടായത് എന്ന് പറയാനാവാത്തത്. എല്ലാം സൃഷ്ടികളാണ്. സൃഷ്ടികൾക്കെല്ലാം നാശമുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർ അതാത് കാലഘട്ടങ്ങളിൽ ജനിക്കുന്നു, അവന്റെ അവധി എത്തുമ്പോൾ അവൻ മരണപ്പെട്ടു പോകുന്നു. ഇതുപോലെ ഈ ലോകത്തിന് തന്നെയും എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദിവസം വരാനുണ്ട്. സമ്പൂർണമായി ഇവിടെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു ദിവസം നടക്കാൻ പോകുന്നു. അതിന്റെ ശേഷമാണ് പുനഃസംവിധാനം നടക്കാൻ പോകുന്നത്. എല്ലാം നശിപ്പിക്കപ്പെട്ടതിന്റെ ശേഷം പിന്നീട് പരിപൂർണമായ പുനരുത്ഥാനം, അതല്ലെങ്കിൽ പുനഃസംവിധാനം ഈ ലോകത്ത് നടക്കുന്നതാണ്. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ലോകത്തിന്റെ മുഴുവൻ നാശം, മുഴുവൻ സൃഷ്ടികളും ഭയവിഹ്വലരാവുകയും നശിക്കുകയും എല്ലാം തകർന്ന് തരിപ്പണമാവുകയും ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ അതിന്റെ ശേഷം വീണ്ടും പുനഃസംവിധാനം നടത്തപ്പെടാൻ വേണ്ടിയുമൊക്കെ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് കാഹളത്തിൽ ഊതുക എന്ന് പറയുന്ന സംവിധാനം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 2 ഊത്താണ് പരിശുദ്ധ ഖുർആൻ പ്രധാനമായും നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. കാഹളത്തിൽ പ്രത്യേകമായ നിലക്കുള്ള ഒരു ഊത്തുണ്ടാകുന്നതോടുകൂടി സമ്പൂർണമായ നാശമാണ് നടക്കുന്നത്. ആദ്യത്തെ ഊത്തിലൂടെ സമ്പൂർണമായ നാശമാണ് നടക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഊത്തിലൂടെ സമ്പൂർണമായ നിർമ്മാണമാണ്, പുനർനിർമ്മാണമാണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനു വേണ്ടി ഏൽപ്പിക്കപ്പെട്ട വ്യക്തി ആരാണ്? ആ ഊത്തിന് വേണ്ടി, പ്രത്യേകമായ ആ ഊത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ മലക്കിന്റെ പേര് അങ്ങനെയാണ്. ആ വിഷയത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ഇസ്രാഫീൽ എന്ന് തന്നെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ കൽപ്പന എപ്പോൾ കിട്ടുന്നുവോ അപ്പോൾ ആ കൽപ്പന നിർവഹിക്കാൻ വേണ്ടി തന്റേതായ ഊഴവും കാത്തിരിക്കുകയാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം. മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം,
അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്ന തറഫ സാഹിബസ്സൂരി മുൻദു വുക്കില ബിഹി മുസ്തഇദ്ദുൻ യൻളുറു നഹ്വൽ അർശി മഖാഫത അൻ യുമറ ഖബ്ല അൻ യർതദ്ദ ഇലൈഹി തറഫുഹു കഅന്ന ഐനൈഹി കൗകബാനി ദുരിയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന തറഫ സാഹിബസ്സൂർ, സൂർ അഥവാ ആ കാഹളം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളതായ മലക്ക്, അതാ അദ്ദേഹത്തിന്റെ കണ്ണുകൾ മുൻദു വുക്കില ബിഹി മുസ്തഇദ്ദുൻ യൻദുറു നഹ്വൽ അർശി, അതാ പരമകാരുണികനായ റബ്ബിന്റെ അർശിന്റെ ഭാഗത്തേക്ക് അദ്ദേഹം കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. ഒരുങ്ങി തയ്യാറായിട്ട് ജാഗ്രതയോടുകൂടെ ഇരിക്കുകയാണ്. അതേ മഖാഫത അൻ യുമറ ഖബ്ല അൻ യർതദ്ദ ഇലൈഹി തർഫുഹു, തന്റെ കണ്ണിമ വെട്ടുന്ന നേരത്തിന് മുമ്പെങ്ങാനും പടച്ച റബ്ബിന്റെ ഓർഡർ ഉണ്ടായാലോ, ആ ഓർഡർ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ സെക്കൻഡിൽ തന്നെ അത് നടപ്പിലാക്കാൻ വേണ്ടി അതാ ഈ ഊത്തിന് വേണ്ടി നിയമിക്കപ്പെട്ടിട്ടുള്ള ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളും അതാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് നക്ഷത്രങ്ങൾക്ക് സമാനമാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അതാ പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ കൽപ്പന കിട്ടിക്കഴിഞ്ഞാൽ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെട്ടതെന്താണെങ്കിൽ അത് കൃത്യമായി അവർ നിർവഹിക്കുന്നവരാണ്. അള്ളാഹുവിന് ഒരു നിലക്കും അനുസരണക്കേട് അവർ കാണിക്കുന്നതല്ല. അപ്പൊ ഈ ദൗത്യം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടതായ മലക്കാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. അതാ കാഹളം കയ്യിൽ പിടിച്ചുകൊണ്ട് മഹാനവറുകൾ വളരെ ജാഗ്രതയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അതാ അന്ത്യനാൾ അടുക്കുന്ന കാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, അതാ അവിടുന്ന് പറയുന്നു, കൈഫ അൻഅമു വഖദ് ഇൽതഖമ സാഹിബുൽ ഖർനി അൽ ഖർന വഹനാ ജബ്ഹതഹു വഅസ്ഗാ സമഅഹു യൻതളിറു അൻ യുമറ അൻ യുൻഫഖ ഫയൻഫഖു ഖാല അൽ മുസ്ലിമൂന ഫകൈഫ നഖൂലു യാ റസൂലല്ലാഹ് ഖാല ഖൂലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ തവക്കൽനാ അലല്ലാഹി റബ്ബിനാ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ് അതിന്റെ ഗൗരവം. കൈഫ അൻഅമു, ഞാൻ എങ്ങനെ ആനന്ദം അനുഭവിക്കാനാണ്, എനിക്കെങ്ങനെ സുഖം അനുഭവിക്കാൻ സാധിക്കുന്നു, എനിക്കെങ്ങനെ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നു. വഖദ് ഇൽതഖമ സാഹിബുൽ ഖർനി അൽ ഖർന, കാഹളം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ ഊത്തിന് വേണ്ടി തയ്യാറായിട്ട് അതിങ്ങനെ വായയിൽ പിടിച്ചിരിക്കുകയാണ്. ഊതാൻ വേണ്ടി തയ്യാറായി ഇസ്രാഫീൽ അലൈഹിസ്സലാം കാത്തിരിക്കുന്ന വേളയിൽ എനിക്കെങ്ങനെ സുഖമനുഭവിക്കാനാകുമെന്നാ റസൂലുള്ള പറയുന്നത്. വഹനാ ജബ്ഹതഹു, അദ്ദേഹം ഇങ്ങനെ നെറ്റി ചുളിച്ച് ഓർഡർ കിട്ടാൻ കാത്തിരിക്കുന്നത് പോലെ. വഅസ്ഗാ സമഅഹു, അദ്ദേഹത്തിന്റെ കാത് കൂർപ്പിച്ചിരിക്കുകയാണ്, കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. നെറ്റി ചുളിച്ച് ഓർഡർ ഇപ്പോൾ കിട്ടുമ്പോൾ ഊതാൻ റെഡിയായ കാഹളം വായിൽ വെച്ചിരിക്കുന്ന സ്ഥിതിക്ക്, അത്രയും പെട്ടെന്ന് ലോകം അവസാനിക്കാറായ സ്ഥിതിക്ക്, അതേ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന യാഥാർത്ഥ്യം അതുണ്ടെന്ന് ബോധ്യമാണല്ലോ. ആ മലക്കഥ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ഊതപ്പെടാൻ കൽപ്പനയുണ്ടാവുക അപ്പോൾ അതങ്ങ് ചെയ്യാൻ വേണ്ടി. അത്രത്തോളം മനുഷ്യ നീ അന്ത്യനാളിനെ സംബന്ധിച്ച് ഭയപ്പെടേണ്ടവനാണ്. ഓരോരുത്തരുടെയും മരണത്തെ കുറിച്ചും അവരവർ ഭയപ്പെടേണ്ടതാണ്. ഓരോരുത്തരുടെയും അന്ത്യദിനം എന്ന് പറയുന്നത് അവനവന്റെ മരണമാണല്ലോ. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ അതാണ് പഠിപ്പിക്കുന്നത്. എപ്പോഴും നശിക്കാവുന്ന ഒരവസ്ഥയിലല്ലേ മനുഷ്യനുള്ളത്. പിന്നെ എങ്ങനെയാണ് മനുഷ്യ വഴിവിട്ട ആനന്ദത്തിന് വേണ്ടി അതേ ഇസ്ലാം നിശ്ചയിച്ച മാർഗത്തിൽ നിന്ന് വിട്ടുകൊണ്ട്
സുഖിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് കളിചിരി തമാശകളിൽ മുഴുകിക്കൊണ്ട് നാഥനെ വെറുപ്പിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും? സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന് നിനക്ക് ഉറപ്പില്ലേ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബിമാര് ചോദിക്കുന്നു, ഫകൈഫ നഖൂലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്? ഞങ്ങൾ എന്താണ് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പഠിപ്പിക്കുന്നു, ഖൂലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ തവക്കൽനാ അലല്ലാഹി റബ്ബിനാ. ഞങ്ങൾക്ക് അല്ലാഹ് മതി, കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ പറ്റിയ എത്ര വലിയ വക്കീലാണ് അല്ലാഹു. തവക്കൽനാ അലല്ലാഹി റബ്ബിനാ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിങ്കൽ ഞങ്ങളെല്ലാം വരവേൽപ്പിച്ചിരിക്കുന്നു. അതെപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം. റബ്ബിനെ തവക്കുലാക്കണം, റബ്ബാണുള്ളതെന്ന് ചിന്തിക്കണം, റബ്ബിനെ തൃപ്തിപ്പെടുത്തണം. അവന്റെ നിയമങ്ങൾക്കെതിര് പറഞ്ഞുകൂടാ, അവനിക്ക് എതിരായിട്ട് യാതൊരു നിലക്കും പ്രവർത്തിച്ചുകൂടാ. ആ നിലക്ക് ജീവിച്ചാൽ എപ്പോൾ നിങ്ങൾക്ക് അന്ത്യം സംഭവിച്ചാലും, ഈ ലോകത്തിന് അന്ത്യം സംഭവിച്ചാലും നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ലല്ലോ എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് പഠിപ്പിക്കുന്നത്. ഇനി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിപ്പോൾ എന്താണ് അന്ത്യനാളിലെ നാശം സംഭവിക്കുന്നതും പുനർനിർമ്മാണം നടക്കുന്നതുമൊക്കെ വ്യത്യസ്തങ്ങളായ രണ്ട് ഊത്തുകളിലൂടെയാണ്. പരിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. എങ്കിൽ എപ്പോഴാണ് ഈ ഊത്ത് നടക്കുക? ഏത് ദിവസമാണ് ആ ഊത്ത് നടക്കുക? ആ ഊത്തോടുകൂടിയാണല്ലോ ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. പക്ഷേ ആർക്കും അറിയാൻ കഴിയാത്ത ഒരു കാര്യമാണത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുമ്പൊരിക്കൽ നമ്മൾ വിശദീകരിച്ചിട്ടുമുണ്ട്. ഒരു യൗമുൽ ജുമഅയിലാണ് ഇത് നടക്കുക, അതിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഖൈറു യൗമിൻ ഖലഅത് അലൈഹി ശംസു യൗമുൽ ജുമഅ. അതേ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം വഫീഹി ഉദ്ഖിലൽ ജന്ന വഫീഹി ഉഖ്രിജ മിൻഹാ വലാ തഖൂമു സ്സാഅതു ഇല്ലാ യൗമൽ ജുമുഅ. അതേ, ആ ദിവസമാണ് ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും. വെള്ളിയാഴ്ച നടന്ന സംഭവ വികാസങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നു, വലാ തഖൂമു സ്സാഅതു, അന്ത്യനാൾ സംഭവിക്കുന്നതല്ല, ഇല്ലാ യൗമൽ ജുമുഅ, ഒരു ജുമുഅ ദിനമല്ലാതെ. വേറെ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് വേറെയും നിലക്ക് കാണാം. ഇന്ന മിൻ അഫ്ളി അയ്യാമിക്കും യൗമുൽ ജുമുഅ ഫീഹി ഖുലിഖ ആദം വഫീഹി ഖുബിള വഫീഹി നഫ്ഖതു എന്ന് കാണാം. അതേ, ഒരു വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് കാഹളത്തിൽ ഊത്ത് നടക്കുന്നത്. അപ്പോൾ ആ വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഭയം തോന്നുന്നില്ല, ജിന്നുകൾക്ക് ഭയം തോന്നുന്നില്ല. പക്ഷേ ഈ ലോകത്ത് ജിന്നും ഇൻസുമല്ലാത്ത മനുഷ്യനും ഭൂതവർഗങ്ങളുമല്ലാത്ത സർവ സൃഷ്ടികളും ഓരോ വെള്ളിയാഴ്ച വരുമ്പോഴും അവയ്ക്ക് പരിഭ്രാന്തിയുണ്ട്, അവയ്ക്ക് വിഭ്രാന്തിയുണ്ട്, അവയ്ക്ക് വലിയ ഭയമുണ്ട്, അവയ്ക്ക് വലിയ അസ്വസ്ഥതകളുണ്ട് എന്ന് അതാ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. എന്താ അവിടുന്ന് പറയുന്നത്? خير يوم طلعت فيه الشمس يوم الجمعة فيه خلق آدم وفيه هبط وفيه تيب عليه وفيه مات وفيه تقوم الساعة. ഇതിങ്ങനെ പറഞ്ഞ് അതേ ആശയം തന്നെയാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്, ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടത്, അദ്ദേഹത്തിന്റെ പശ്ചാത്താപം സ്വീകരിക്കപ്പെട്ടത്, മരണപ്പെട്ടത്, അന്ത്യനാൾ സംഭവിക്കുന്നത് ഒക്കെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. വമാ മിൻ ദാബത്തിൻ, അതേ ഈ ലോകത്തുള്ള ഒരു ജന്തുവുമില്ല ആ ദിവസം, അതാ വെള്ളിയാഴ്ച ദിവസം, അതേ അന്ത്യനാൾ ഇന്ന് സംഭവിക്കുമോ എന്ന നിലക്ക് പരിഭ്രാന്തി കാണിക്കാത്ത, അതേ പ്രതീക്ഷിക്കാത്ത ഒരു ജന്തുക്കളുമില്ല. മിൻ ഹീന തുസ്ബിഹു ഹത്താ തത്ലുഅ ശംസു, സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് വരെ അഥവാ അന്നത്തെ പ്രഭാതം മുതൽ അസ്തമിക്കുന്നത് വരെ എല്ലാ ജന്തുക്കളും അസ്വസ്ഥതയിലാണ്. ഇല്ലൽ ജിന്നു വൽ ഇൻസ്,
മനുഷ്യനും ഭൂതവർഗവും ഒഴികെ. മനുഷ്യർക്കോ ജിന്നുകൾക്കോ അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷേ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഈ ജന്തുക്കൾക്ക് വരെ അസ്വസ്ഥതകൾ, അതേ അതിനാൾ ഇന്ന് സംഭവിച്ചേക്കുമോ എന്നവറ്റക്ക് തോന്നുന്ന ഒരവസ്ഥയുണ്ടാകുന്ന ദിവസമാണത് എന്ന് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും നമ്മൾ മുമ്പ് ഏറെ വിശദീകരിച്ച ഒരു വസ്തുതയാണ് എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക എന്നത്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും അറിയിക്കപ്പെട്ടിട്ടില്ല. വളരെ കൃത്യമായി തന്നെ അല്ലാഹു അത് പറഞ്ഞതാണ്. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹു സഖുലത് ഫിസ് സമാവാതി വൽ അർദി ലാ തഅതീകും ഇല്ലാ ബഗ്താ യസ്അലൂനക അനിസ്സാഅതി. അന്ത്യനാളിനെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. എപ്പോഴാണത് സംഭവിക്കുക, എപ്പോഴാണ് അതിന്റെ സംഭവ്യത എന്ന് താങ്കളോട് അവർ ചോദിക്കുന്നു. ഖുൽ നബിയെ പറയൂ, ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, ഇന്നമാ ഇൽമുഹാ നിശ്ചയമായും അതിനെ സംബന്ധിച്ചുള്ള അറിവ് ഇൻദ റബ്ബി എന്റെ റബ്ബിന്റെ അടുക്കൽ മാത്രമാണ്. ലാ യുജല്ലിഹാ ലിവഖ്തിഹാ അതിന്റെ സമയത്തെക്കുറിച്ച് അവൻ വെളിവാക്കി കൊടുത്തിട്ടില്ല. അതിന്റെ സമയത്തെക്കുറിച്ചുള്ള അറിവില്ല. അവനല്ലാതെ അവനത് ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല, വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അത് നടക്കുന്ന ദിവസം സഖുലത്ത് ഫിസ് സമാവാതി വൽ അർളി ആകാശഭൂമികളിൽ അത് കഠോരമായ നിലക്കായിരിക്കും അത് സംഭവിക്കുക. പക്ഷേ ലാ തഅതീകും ഇല്ലാ ബഗ്ത വളരെ പെട്ടെന്നല്ലാതെ നിങ്ങൾക്കത് സംഭവിക്കുകയില്ല. ലാ തഅതീകും ഇല്ലാ ബഗ്ത അത് വളരെ പെട്ടെന്നല്ലാതെ അത് സംഭവിക്കുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ സഹോദരങ്ങളെ, അന്ത്യനാളിന്റെ സംഭവ്യത ഒരു വെള്ളിയാഴ്ചയാണ് ഈ ഊത്ത് നടക്കുന്നത്, തകർച്ച നടക്കുന്നത് എന്ന് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. പക്ഷെ ഏത് വെള്ളി അറിഞ്ഞുകൂടാ, എപ്പോൾ സംഭവിക്കും, ഏത് ദിവസം സംഭവിക്കും അറിഞ്ഞുകൂടാ. ലോകത്തിന് മുഴുവൻ അത് വലിയ ഭാരമാകുന്ന നിലക്ക് വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആലോചിച്ചാൽ അറിയാം, ചെറിയ ചെറിയ ദൃഷ്ടാന്തങ്ങൾ അവിടെവിടെയായി ലോകത്ത് സംഭവിക്കുമ്പോഴേക്ക് തന്നെ ഒട്ടേറെ പ്രകൃതിയിൽ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഭൂകമ്പം ഏതെങ്കിലും ഒരു പ്രദേശത്തുണ്ടായാൽ തന്നെയും എത്ര വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾക്കാണ് പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ആലോചിക്കുന്നുണ്ടോ, അന്ത്യനാളിൽ ഈ ഭയങ്കരമായ പ്രതിഭാസം സംഭവിച്ചാൽ എന്തായിരിക്കും നടക്കുക? അവിടെവിടെയായി ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴേക്ക് തന്നെ മനുഷ്യർക്ക് അളക്കാനാവാത്ത, മനുഷ്യന് കണക്ക് കൂട്ടാനാവാത്ത വലിയ ദുരന്തങ്ങളല്ലേ അത് വിതച്ചുകൊണ്ടിരിക്കുന്നത്. ജപ്പാനിൽ ഈ അടുത്ത് നടന്ന സുനാമിയും ഭൂകമ്പവും ഉണ്ടാക്കി തീർത്തിട്ടുള്ള ദുരന്തങ്ങൾ എത്രയാണെന്ന് കണക്ക് കൂട്ടാൻ മനുഷ്യന് സാധ്യമാണോ? അതേ, ഇന്ത്യ രാജ്യത്തെ ലാത്തൂർ എന്ന് പറയുന്ന പ്രദേശത്തൊരു കുലുക്കമുണ്ടായപ്പോൾ എത്ര വലിയ ദുരന്തമാണ് ഉണ്ടായത്. അവിടെയായി ലോകത്തിങ്ങനെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോ, ചെറിയ ചെറിയ പ്രകമ്പനങ്ങളും കുലുക്കങ്ങളും ഒക്കെ കാണുമ്പോൾ മനുഷ്യൻ എന്തേ ചിന്തിക്കാത്തത് ഇങ്ങനെ ഒരു നാട് വരാനുണ്ട് എന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. ആകാശഭൂമികളിൽ എത്ര ദൃഷ്ടാന്തങ്ങൾക്കരികിലൂടെയാണ് മനുഷ്യന്മാര് നടന്നു പോകുന്നത്. എത്ര ദൃഷ്ടാന്തങ്ങളാണ് ഈ ഭൂമിയിലും ആകാശത്തുമൊക്കെ സംഭവിക്കുന്നത്. മനുഷ്യർ അവയൊക്കെ അറിയുന്നില്ലേ? പലപ്പോഴും അവൻ അതിലൂടെ നടന്നു പോകുന്നില്ലേ? വഹും അൻഹാ മുഅ്രിദൂൻ. അതിനെക്കുറിച്ചൊക്കെ മനുഷ്യൻ അവഗണനയിൽ തന്നെ നീങ്ങുന്നു. അല്ലാഹു ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ചെറിയ ചെറിയ കുലുക്കങ്ങളും പ്രകമ്പനങ്ങളും പ്രളയങ്ങളും നാശങ്ങളുമൊക്കെ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ നടക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് മനുഷ്യ നീ എന്തുകൊണ്ട് പാഠം ഉൾക്കൊള്ളുന്നില്ല? ഒരു നാട്ടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ എന്തെങ്കിലും നടക്കുമ്പോഴേക്ക് പരിസരങ്ങളിൽ അത് മുഖേനയുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് കയ്യും കണക്കുമില്ലെങ്കിൽ പ്രപഞ്ചത്തെ ആകമാനം മൂടുന്ന, ആകാശഭൂമികളെ മുഴുവനും ഗ്രസിക്കുന്ന, അവ മുഴുവനും വ്യാപിക്കുന്ന പ്രകമ്പനം ഉണ്ടായാൽ
ഇവിടെ നടക്കാൻ പോകുന്ന പ്രതിഭാസം എത്രയായിരിക്കും? ഇത് ചിന്തിക്കാനാ അല്ലാഹു പറയുന്നത്. ധിക്കാരികളായി ജീവിക്കുന്ന മനുഷ്യന്മാരോടല്ല ചോദിക്കുന്നുണ്ട്, അഫ അമിനൂ അൻ തഅതിയഹും ഗാശിയത്തും മിൻ അദാബില്ലാഹ് ഔ തഅതിയഹുമുസ് സാഅതു ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. എന്തേ മനുഷ്യന്മാരെ, ധിക്കാരികളായ ജനങ്ങളെ, റബ്ബിന്റെ കൽപ്പനകൾക്ക് അതേ ചെവി കൊടുക്കാതെ അനുസരിക്കാതെ തോന്നിവാസികളായി ജീവിക്കുമ്പോൾ എന്തേ നിങ്ങളൊന്ന് ചിന്തിക്കാത്തത്? അവർ ആലോചിക്കുന്നില്ലേ? അവർ നിർഭയരായിരിക്കുകയാണോ? ഒരു പേടിയും അവർക്ക് തോന്നുന്നില്ലയോ? അൻതഅതിയഹും അവർക്ക് വന്നെത്തുന്നതിൽ നിന്ന് ഗാശിയത്തും മിൻ അദാബില്ലാഹ് അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് അവരെ മൂടിക്കളയുന്ന വല്ല ശിക്ഷയും വരില്ലെന്നുറപ്പാണ് ഈ ധിക്കാരികൾക്കുള്ളത്. നമ്മളടക്കമുള്ള മനുഷ്യരോടുള്ള റബ്ബിന്റെ ചോദ്യമാണ്. അള്ളാന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് നീ ഹറാമിന്റെ ലോകത്തുകൂടെ ജീവിക്കുമ്പോ, നീ തെറ്റുകൾ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോ, തെറ്റുകൾ കേട്ട് ആനന്ദിച്ച് സർവ്വതോന്നിവാസങ്ങളുടെയും മേഖലകളിലേക്ക് പോകുമ്പോ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഹറാമുകൾ നീ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് ധിക്കാരിയായി കഴിയുമ്പോൾ എന്തേ മനുഷ്യ നിനക്ക് ഇത്ര പേടിയില്ലാത്തതെന്തേ? അള്ളാന്റെ വല്ല ശിക്ഷയും നിനക്ക് വന്നെത്തുകയില്ലെന്ന് ആര് കണ്ടു? ഏത് നാട്ടിൽ ശിക്ഷകൾ വന്നപ്പോഴും അങ്ങനെയല്ലേ? പ്രതീക്ഷിച്ചതാണോ സംഭവിച്ചിട്ടുള്ളത്? പ്രതീക്ഷിച്ച നേരത്താണോ വന്നിട്ടുള്ളത്? ജനങ്ങൾ കളിച്ചുകൊണ്ടിരിക്കെ ഭൂകമ്പമുണ്ടായിട്ടില്ലേ? സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കെ കുലുക്കമുണ്ടായിട്ടില്ലേ? തകർത്തെറിഞ്ഞിട്ടില്ലേ? മാർക്കറ്റുകളൊന്നടങ്കം തകർന്നു പോയില്ലേ? വാഹനങ്ങൾ മുഴുവനും തകർന്നു പോയില്ലേ? ലോകത്തിലെ അതേ അവിടെ നടന്നിരുന്ന സംവിധാനങ്ങൾ മുഴുവനും താറുമാറായി പോയില്ലേ? മനുഷ്യൻ എന്തേ ഇനിയും ചിന്തിക്കാത്തത്? അവരെ മൂടിക്കളയുന്ന ഒരു ശിക്ഷ വന്നെത്തുന്നതിൽ നിന്ന് അവർക്ക് പേടിയില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണോ? ഇനി അതൊന്നുമല്ലെങ്കിൽ വിചാരിക്കാത്ത നേരത്ത്, അറിയാതിരിക്കുന്ന നേരത്ത് അതേ അന്ത്യനാൾ അവർക്ക് വളരെ പെട്ടെന്ന് സംഭവിക്കുകയില്ലെന്ന് ആര് കണ്ടു? അന്ത്യനാൾ സംഭവിക്കുന്നത് വളരെ പെട്ടെന്നാണ്, നൊടിയിട കൊണ്ടാണ് സംഭവിക്കുന്നത്. ഖുർആനദാ സൂറത്തുൽ അംബിയയിലൂടെ പഠിപ്പിക്കുന്നു, ബൽ തഅതീഹിം ബഗ്തതൻ ഫതബ്ഹതുഹും ഫലാ യസ്തതിഊന റദ്ദഹാ വലാ ഹും യുൻദറൂൻ. ആ അന്ത്യനാൾ അവർക്ക് വന്നെത്തുക ബഗ്തതൻ, വളരെ പെട്ടെന്ന്, നൊടിയിട കൊണ്ട്, സെക്കൻഡ് കൊണ്ടാണ് വന്നെത്തുന്നത്. ഫതബ്ഹതുഹും, അതങ്ങ് വന്ന് മുട്ടുമ്പോഴാണ് അവരന്തം വിട്ടുപോകുന്നത്. അതുവരെ അവർക്ക് ചിന്തയില്ല, ശ്രദ്ധയില്ല. ആ നേരത്തവർ അന്തം വിട്ടന്താളിക്കുകയാണ്. പക്ഷേ ഫലാ യസ്തതിഊൻ, അവർക്ക് സാധ്യമല്ലല്ലോ റദ്ദഹാ, അതിനെ തടുക്കാൻ. ഒരു രാഷ്ട്രത്തിൽ പ്രകമ്പനം ഉണ്ടാക്കുന്ന ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോ, സുനാമി തിരകൾ അഞ്ഞടിക്കുമ്പോൾ, അതല്ലെങ്കിൽ ശക്തമായ നിലക്കുള്ള മറ്റേതെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സെക്കൻഡിലല്ലേ കണ്ണു തുറച്ചു പോകുന്നത്. രക്ഷപ്പെടാൻ വല്ല മാർഗവും കിട്ടുന്നുണ്ടോ? അതിൽ നിന്ന് തടുക്കാൻ വല്ലവർക്കും സാധിക്കുന്നുണ്ടോ? സർവസജ്ജീകരണങ്ങളുടെയും വക്താക്കളെന്ന് ലോകത്ത് അഹങ്കരിച്ച ജപ്പാനികൾക്ക് പോലും അതേ ദുരന്തം വിതച്ച ഏറ്റവും വലിയ മഹാമാരിയെ തടയാനായില്ലല്ലോ. ഫലാ യസ്തതിഊന റദ്ദഹാ, അതന്ന് വന്നു കഴിയുമ്പോൾ അതിനെ റദ്ദ് ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല, മടക്കാൻ സാധ്യമല്ല. വലാഹും യുൻദറൂൻ, അതേ ഒരു നിലക്കും കാത്തിടപ്പെടാനും നേരമില്ല, ചിന്തിക്കാൻ സമയമില്ല. വളരെ പെട്ടെന്നാണ് എല്ലാം സംഭവിക്കുന്നത്. ഖുർആൻ പറയുന്നത് നോക്കൂ, മാ യൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദ തഅഖുദുഹും വഹും യഖിസ്സിമൂൻ ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. അവര് കാത്തിരിക്കുന്നത് ആ വലിയ പ്രകമ്പനത്തെ അല്ലാതെ മറ്റെന്തിനെയാണ്?
അന്ത്യനാളിലെ ആ പ്രകമ്പനം അവർക്ക് ബാധിക്കുന്നത് എപ്പോഴാണ്? വഹും യഖ്സിമൂൻ, അവര് പരസ്പരം തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കെ, കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി തർക്കിച്ച് നേരം കളഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്തതാ പെട്ടെന്ന് അന്ത്യനാള് സംഭവിക്കുന്നു. ഫലാ യസ്തതീഊൻ, അന്നവർക്ക് സാധിക്കുന്നതല്ല തൗസിയത്തൻ, ഒരു വസിയത്ത് കൊടുക്കട്ടെ. ഇത് മനുഷ്യന്റെ മരണത്തിന്റെ നേരവും ഇങ്ങനെ തന്നെയാണ്. മരണത്തിന്റെ മാലാഖ വന്നു കഴിഞ്ഞ് മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ നേരത്ത് ഞാനൊന്ന് എന്റെ കുടുംബത്തോട് എനിക്ക് ചിലതൊക്കെ വസിയത്ത് എഴുതാനുണ്ട്, വസിയത്ത് പറയാനുണ്ട്, ചില നിർദ്ദേശങ്ങൾ എന്റെ മക്കൾക്ക് കൊടുക്കാനുണ്ട്, ബന്ധപ്പെട്ടവരോട് ചില ഉപദേശങ്ങൾ നടത്താനുണ്ട്, എനിക്കെന്റെ വീട്ടിലേക്കൊന്ന് മടങ്ങിപ്പോകണം, ഉച്ചവരെ ഒന്ന് കാണണം, അവരോട് ചിലതൊക്കെ നിർദ്ദേശിക്കാനുണ്ട്. അതൊന്നും നടപ്പില്ലല്ലോ. അല്ലാഹു പറയുന്നത് ഫലാ യസ്തതീഊന തൗസിയതൻ, ഒരു വസിയത്തിനും അവർക്ക് സാധ്യമല്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ വരെ സമയം കിട്ടില്ല. അത്ര പെട്ടെന്നാണ് അന്ത്യനാൾ സംഭവിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു കണ്ണിമ വെട്ടാൻ എത്ര നേരം വേണം? നമ്മുടെ കണ്ണൊന്ന് ചിമ്മി മിഴിക്കാൻ എത്ര സമയം വേണം? ഒരു സെക്കൻഡിന്റെ അല്പസമയം പോരെ. ഖുർആൻ അതാണ് സമയമായി കൊണ്ട് ഉപമിക്കുന്നത്. വമാ അംറുസ്സാഅതി ഇല്ലാ കലംഹിൽ ബസരി, ഇല്ലാ കലംഹിൽ ബസരി ഔ ഹുവ അഖ്റബ് ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. സൂറത്തുൻ നഹ്ലിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, അന്ത്യനാളിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണെന്നോ, ഇല്ലാ കലംഹിൽ ബസരി, ഒരു കണ്ണ് ചിമ്മി മിഴിക്കുന്ന സമയം പോലെ, അതിനൊരു സെക്കൻഡ് പോലും വേണ്ടല്ലോ. ഔ ഹുവ അഖ്റബു, അതേ എത്ര സെക്കൻഡാണ്, എത്ര മൈക്രോ സെക്കൻഡാണ്. ഔ ഹുവ അഖ്റബു, അല്ലെങ്കിൽ അതിനേക്കാൾ പെട്ടെന്നാണ്. കണ്ണിമ വെട്ടുന്ന നേരം പോലും വേണ്ട, അതിനേക്കാൾ വേഗതയിലും സ്പീഡിലുമാണ് ലോകത്തിന്റെ നാശം സംഭവിക്കുന്ന നിലക്ക് അന്ത്യനാള് വന്നെത്തുന്നത്. ഇതിനൊക്കെ റബ്ബിന് കഴിയുമോ? ഈ സംവിധാനങ്ങളൊക്കെ ഇത്ര സെക്കൻഡുകൾ കൊണ്ട് തകർത്ത് കളയാൻ റബ്ബിന് സാധ്യമാണോ എന്ന് ചിന്തിക്കേണ്ട. കാരണം ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, നിശ്ചയം അല്ലാഹു എല്ലാ കാര്യത്തിന്മേലും കഴിവുറ്റവൻ തന്നെ. അപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാള് സംഭവിക്കുമ്പോൾ അപ്പോഴും ആളുകൾ അന്ത്യനാള് സംഭവിക്കുകയാണെന്ന ധാരണയില്ലാതെ അവൻ കച്ചവടത്തിലാണ്, നിത്യവൃത്തിയിലാണ്, പല തൊഴിലുകളിലും ഏർപ്പെട്ടിരിക്കുകയാണ്. എത്രത്തോളം നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം സംഭവിക്കുന്നതിനെ സംബന്ധിച്ചു പറയുന്നു, എത്ര സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വലതഖൂമന്ന الساعة وقد نشر الرجلان ثوبهما بينهما فلا يتبايعانه ولا يطغيانه ولتقومن الساعة وقد انصرف الرجل بلبن لقحته فلا يطعمه ولتقومن الساعة وهو يليط حوضه فلا يسقي فيه ولتقومن الساعة وقد رفع وكلته إلى فيه فلا يطعمها. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എത്ര പെട്ടെന്നാണ് അടിമകളുടെ നാശം വരുന്നത്. വലതഖൂമന്ന സാഅത്തു, അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. എപ്പോഴാണ് സംഭവിക്കുക? വഖദ് നശറ റജുലാനി, രണ്ടാളുകളതാ നിവർത്തി പിടിച്ചിരിക്കുന്നു. സൗബഹുമാ ബൈനഹുമാ, രണ്ടാളുകൾക്കിടയിലതാ കച്ചവടക്കാരൻ അവന്റെ ഡ്രസ് വിൽപ്പന നടത്തുകയാണ്. ടെക്സ്റ്റൈൽസിന്റെ ഉടമ, അതേ തുണി ഷോപ്പുകാരൻ തന്റെ വസ്ത്രം അതാ വിൽക്കാൻ വേണ്ടി കസ്റ്റമറുടെ മുമ്പിൽ നിവർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഡ്രസ് ചോദിച്ചപ്പോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അതേ ഷോപ്പുകളിൽ കസ്റ്റമറുടെ മുമ്പിൽ നിവർത്തിയിട്ട് കൊടുക്കാറില്ലേ? ഇതുപോലെ തന്റെ വസ്ത്രം വിൽപ്പന നടത്താൻ അതേ കച്ചവടക്കാരൻ കസ്റ്റമറുടെ മുമ്പിൽ ഇങ്ങനെ നിവർത്തിപ്പിടിച്ചിരിക്കുന്നു. ഫലാ യതബായഅനിഹി,
അത് വിൽക്കാനുള്ള നേരം കിട്ടുന്നില്ല. വലാ യത്വിയാനിഹി, അത് വേണ്ടെങ്കിൽ അതൊന്ന് ചുരുട്ടി വെക്കാനുള്ള നേരം കിട്ടുന്നുണ്ടോ? ഇല്ല. നിവർത്തിപ്പിടിച്ച സെക്കൻഡിലാണ്, വിൽപ്പന നടന്നിട്ടില്ല. വേണ്ടെന്ന് പറഞ്ഞ് ചുരുട്ടി വെക്കാൻ നേരമില്ല. സെക്കൻഡ് കൊണ്ട് ലോകത്തിന്റെ നാശം സംഭവിച്ചു കഴിയുന്നു. വലതഖൂമന്ന സ്സാഅ, മറ്റൊരു ഉദാഹരണം അവിടുന്ന് പറയുന്നു. മറ്റൊരു സംഭവം അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. അതാ ഒരാൾ പിരിഞ്ഞു പോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. എങ്ങനെ? അവന്റെ ഒട്ടകത്തെ കറന്നിട്ട് അതിന്റെ പാലുമായിട്ട് അവൻ പാൽപാത്രവും പിടിച്ച് വരികയാണ്. പക്ഷേ ആർക്ക് കുടിപ്പിക്കാനാണ് പാല് കറന്നെടുത്തതെങ്കിൽ ആ കറന്ന പാല് പാത്രത്തിൽ തന്നെ ഇരിപ്പാണ്. അത് കുടിക്കാനാകുന്നതിന്റെ മുമ്പേ പെട്ടെന്ന് ലോകത്തിന്റെ നാശം വന്നുപോയി. അതാ തന്റെ ഒട്ടകത്തിന്, അതല്ലെങ്കിൽ തന്റെ മൃഗത്തിന് കുടിക്കാനുള്ള വെള്ളത്തടാകത്തിൽ അവൻ വെള്ളം കോരി നിറക്കുകയാണ്. ആ വെള്ളം കോരി നിറച്ചിട്ട് അതിൽ നിന്നൊരിച്ചു കുടിപ്പിക്കാൻ കഴിയുന്നതിന്റെ മുമ്പ് അന്ത്യനാള് സംഭവിക്കുകയായി.